അപകടത്തിൽപ്പെട്ട വൻഹായ് 503 കപ്പലിൽ രക്ഷപ്പെടുത്തിയ 18 പേരുമായി INS സൂറത്ത് മംഗലാപുരത്തേക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ. അതെ, അസിത, കപ്പലിലെ 157 കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് തീപിടിക്കുന്ന വസ്തുക്കളും വിഷപദാർത്ഥങ്ങളും അടങ്ങിയ 4 തരം ഗുരുതര വസ്തുക്കളാണ് എന്നൊരു വിവരം ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നുണ്ട്. ഒപ്പം ചൈന, മ്യാൻമർ, ഇന്തോനേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ പൗരന്മാരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. ആകെ 22 ജീവനക്കാരുണ്ടായിരുന്നു. അതിൽ 18 പേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തി മംഗലാപുരത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇനി 4 പേരെ കണ്ടെത്താൻ കൂടിയുണ്ട്. അതെ, നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ നോക്കാം. ഇപ്പോൾ AK ലതീഷ്, KM ഉമേഷ് എന്നിവർ തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ആദ്യം ലതീഷിലേക്ക് പോകാം. അല്ലേ ലതീഷ, മുൻപ് തന്നെ പറഞ്ഞിരുന്നത് മംഗലാപുരത്തേക്കായിരിക്കും ഇവരെ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഏറ്റവും അടുത്ത നഗരം എന്ന നിലയിൽ തന്നെ അടിയന്തരമായ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നതായിരുന്നല്ലോ ഏറ്റവും പ്രധാനം. ആ നിലയിൽ ഇപ്പോൾ മംഗലാപുരത്തേക്ക് തന്നെ പരിക്കേറ്റവരെ എത്തിക്കുന്നു. എന്താണ് അവിടുത്തെ വിവരങ്ങൾ? അസിത, ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് INS സൂറത്ത് രക്ഷപ്പെടുത്തിയ 18 കപ്പൽ ജീവനക്കാരെയും കൊണ്ട് മംഗലാപുരത്തേക്ക് തിരിച്ചു എന്നുള്ള വിവരം വരുന്നത്. എന്തായാലും രാത്രി 10:30-11 മണിയോടുകൂടി മംഗലാപുരം തീരത്തെത്തും കപ്പൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. 2 കാരണങ്ങളാണ് മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാൻ പ്രധാനമായുമുള്ളത്. ഒന്ന്, കപ്പലിലെ ജീവനക്കാർ, രക്ഷപ്പെട്ട 18 ജീവനക്കാരും വിദേശികളാണ്. എമിഗ്രേഷൻ ഉൾപ്പെടെ നടപടിക്രമങ്ങൾക്ക് ഏറ്റവും എളുപ്പം മംഗലാപുരമാണ്. ഒപ്പം ആഴത്തിലുള്ള കപ്പൽച്ചാൽ, വലിയ കപ്പൽ, INS സൂറത്ത് പോലെയുള്ള വലിയ കപ്പൽ അടുക്കാൻ ഏറ്റവും സൗകര്യമുള്ള തീരം കൂടിയാണ്, പോർട്ട് കൂടിയാണ് മംഗളൂരു പോർട്ട്. അതേപോലെ തന്നെ ആംബുലൻസിനും ഏറ്റവും എളുപ്പത്തിൽ അവിടെ എത്തി രക്ഷപ്പെട്ടു വരുന്ന ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സൗകര്യമുണ്ട്. ഒപ്പം ഏറ്റവും വിദഗ്ധമായ ചികിത്സ ലഭ്യമാക്കാനുള്ള നല്ല ആശുപത്രികളും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മംഗലാപുരം തിരഞ്ഞെടുത്തതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ഈ കാര്യം പറഞ്ഞിരുന്നു. ബേപ്പൂർ പോർട്ട് ഓഫീസർ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാരണം കോഴിക്കോട്ടേക്ക് അല്ലെങ്കിൽ ബേപ്പൂരിലേക്ക് കൊണ്ടുവരണം എങ്കിൽ വലിയ കപ്പൽ അടുക്കാൻ കഴിയില്ല. കപ്പൽ നിന്ന് ടഗ് ബോട്ടുകളിലേക്ക് പരിക്കേറ്റവരെ മാറ്റിയാൽ മാത്രമേ തീരത്തേക്ക്, ബേപ്പൂർ തീരത്തേക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന ബേപ്പൂർ തീരത്തേക്ക് ആളുകളെ എത്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അത്തരം ഒരു പ്രവർത്തനം ഉണ്ടാവുക വിരളമാണ് എന്നുള്ള വിവരം ലഭിച്ചിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ കോസ്റ്റ് ഗാർഡും അതേപോലെ തന്നെ നേവൽ വിഭാഗവും നേവിയുമാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. കപ്പൽ ബന്ധപ്പെട്ട കപ്പലിൻ്റെ ആളുകളുമായി ഉൾപ്പെടെ സംസാരിച്ചാണ് അത്തരം ഒരു തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ടാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനം വൈകിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രക്ഷപ്പെട്ട പരുക്കേറ്റ ആളുകളിൽ 5 പേർക്കാണ് പരുക്ക് ഏറ്റതെന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ 2 പേർക്ക് ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ട് എന്നും വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും പരുക്കേറ്റവരെ ഇനി വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് ഇനി പ്രധാനമായും ചെയ്യേണ്ടത്.